ഇന്നത്തെ റെസിപ്പി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ്. ഈ ഒരൊറ്റ കറി മതി ചോറുണ്ണാൻ. ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമുക്ക് ഇത് റെഡിയാക്കാം, അത് കഴിഞ്ഞിട്ട് കാര്യത്തിലോട്ട് വരാമേ. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്ന ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റാം. നല്ലതായിട്ട് വഴന്നു വന്നു, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ആ വറുത്ത് ഉള്ളിയുടെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 5-6 സെക്കൻഡ് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചാൽ മതി. അപ്പോഴത്തേനും അതിൻ്റെ പച്ചമണവും മാറും, പച്ച ടേസ്റ്റും മാറും, എല്ലാം മാറും. ഇനി ഞാൻ ഒരു അരമുറി തേങ്ങയും കൂടെ ഈ മുളക് പൊടിയുടെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പീരയിലുള്ള ജലാംശമെല്ലാം മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ജലാംശം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് വാങ്ങി മാറ്റി വയ്ക്കാമേ. ഇത് ശീലാവ് മീനാണ്. ഒരു ദിവസം വാങ്ങിച്ച മീനിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഞാൻ ഇത്ര സാധനങ്ങൾ കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത്രയും സാധനങ്ങൾ കൂടെ വേണമേ. ഇനി നമുക്ക് കുറച്ച് കുടമ്പുളി വേണം. അത് കഴുകി വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏത്തക്കായയുടെ തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ ചീകി എടുത്താൽ മതി. അതിനുശേഷം കുറച്ച് വെള്ളത്തിനകത്തോട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തൊന്ന് എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ കായെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഈ കായ മുറിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന ഒരു 4 പച്ചമുളക് ഉണ്ടായിരുന്നു, അത് 2 തക്കാളി ഇതെല്ലാം കൂടെ കീറിയതിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഒന്ന് വേവിക്കാം. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നമ്മൾ മുമ്പ് സ്റ്റൗവിലോട്ട് വെച്ച് കായെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് ഈ വെന്ത കായയുടെ കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം മിക്സ് ചെയ്ത് ചാറ് കൂട്ടാവുന്നതാണ്. വെള്ളമില്ല, അത് ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ ഒരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളോട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാൻ. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കാം. കൂട്ടത്തിൽ വെച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഒന്ന് കടുകും കൂടെ വറുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ച തേങ്ങ അരച്ച സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.